തിരുവനന്തപുരത്തേക്ക് പോകുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപാണ് എത്തിയത്. ഇപ്പോൾ വി രാജേഷ് എത്തുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ പരിപാടി നടക്കുന്നത്. ജില്ലാ കളക്ടർ അനുകുമാരി സ്വീകരിക്കുന്നുണ്ട് ഇരുവരെയും. ഒപ്പം വിപുലമായ ആഘോഷമാണ് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, അങ്ങനെ വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇവിടെ പരേഡ് ആരംഭിച്ചോ? കാശ്മീർ പ്രവിധ സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന പരിപാടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരിക്കും പതാക ഉയർത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ NSS സ്റ്റുഡൻസ് കേഡർ വിഭാഗത്തിന്റെയും ഒക്കെ തന്നെ മാർച്ച് പാസം ഉണ്ടാകും. ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് പരിപാടിയിൽ NSS വോളണ്ടിയേഴ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഉടൻ തന്നെ എത്തിച്ചേരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഭാരതീയ കരസേന, ഭാരതീയ വ്യോമസേന, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസ് തുടരാം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ മാർച്ച് പാസ്റ്റ് അടക്കം നടക്കുന്നത്. പരേഡുകൾ നടക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരേഡ് ഗ്രൗണ്ടുകളിലായി അങ്ങനെ പുരോഗമിക്കുകയാണ്. ഗംഭീരമായി ഈ ഡിസിപ്ലിൻ, അച്ചടക്കം ഒക്കെ വെളിവാക്കിക്കൊണ്ടുള്ള അത് വ്യക്തമാക്കുന്ന പരേഡുകളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ പുരോഗമിക്കുന്നു. 10:30-ക്കാണ് പരേഡ് ഗ്രൗണ്ടിൽ തുടങ്ങുക ഒഫീഷ്യൽ റിപ്പബ്ലിക് ദിനത്തിന്റെ. റിനു ശ്രീധർ തുടർന്ന്. റിനു, ഇത് എത്ര സമയം നീണ്ടു നിൽക്കുന്ന പരിപാടിയാകും? ഔദ്യോഗികമായ കാശ്മീർ നമുക്ക് അറിയിച്ചിരിക്കുന്നത് അനുസരിച്ച് 9 മണി മുതൽ 10 വരെയാണ് ഈ പരിപാടി ഉണ്ടാവുക എന്നുള്ളത്. റിപ്പബ്ലിക് ദിനാഘോഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാന ഘടകങ്ങൾ, സായുധരായിട്ടുള്ള ഘടകങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതീയ കരസേന, അതുപോലെ തന്നെ ഭാരതീയ വ്യോമസേന, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള ജയിൽ വകുപ്പ്, കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ്, അതുപോലെ തന്നെ സായുധരല്ലാത്ത ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും സൈനിക സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, NCC, അതുപോലെ തന്നെ NSS വോളണ്ടിയർമാർ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്ലട്ടൂണുകൾ, അതുപോലെ തന്നെ അശ്വാരൂഢ പോലീസ് തിരുവനന്തപുരം സിറ്റി സേന, ഇങ്ങനെ വലിയ ആഘോഷ പരിപാടികൾ വളരെ വർണ്ണാഭമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ഈ വേദിയിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.